ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നും മുട്ട ഒരേപോലെ കഴിച്ച് മടുത്തവരാണോ നിങ്ങൾ? എന്നാൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ആദ്യം തന്നെ നമുക്കൊരു പാൻ എടുത്ത് വെക്കാം, അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള മുട്ട എടുക്കാം. ഞാനൊരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് ആ പാനിൽ ഒഴിച്ചെടുത്തിട്ട് നമുക്ക് മീഡിയം സൈസിൽ അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ജാർ എടുക്കാം, ഒരു വലിയ സവോള ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു വലിയ തക്കാളിയും ആഡ് ചെയ്തിട്ട് വെള്ളം ചേർക്കാണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇത് നമ്മുടെ മുട്ടേൻ്റെ അളവിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടും കുറയ്ക്കും നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ ഒന്നുകൂടെ അരച്ചെടുക്കാം. ഈ അരച്ച് വെച്ചത് നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും, അതൊന്ന് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത മുട്ട അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഓവറായിട്ട് കുക്ക് ചെയ്യരുത്, ആ മുട്ട ഹാർഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്താൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ അടുത്ത് അത് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ അത് ആഡ് ചെയ്തില്ല. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തൊക്കെ. ബൈ ഗൈസ്.